പൊന്നാര ചങ്ങായിമാരെ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് അമ്മാതിരി ഒരു കുടുക്കം കൂടുന്നത്. രാവിലെ തന്നെ കോഴിക്കോട്ടേക്ക് ഒരു ട്രിപ്പ് കിട്ടിയതാണ്. ട്രിപ്പ് കണ്ടപ്പോൾ ഞാൻ കോഴിക്കോട്ടേക്ക് ഒരു ലോങ് ട്രിപ്പ് അല്ലെന്ന് കരുതി ട്രിപ്പ് ഞാൻ ഏൽക്കുകയും ചെയ്തു. കുറച്ച് ചക്കയുടെ ട്രിപ്പായിരുന്നു. കോഴിക്കോട് പോയപ്പോഴാണ് അതിന്റെ കഥ അറിഞ്ഞത്. ചക്കയും കൊണ്ട് അവിടെ ചെന്ന് ഞാനൊരു കുടുങ്ങി. ചക്കക്ക് വിളിച്ച ആളിനോട് ഒരു ടണ്ണ് ചക്ക വേണമെന്നാണോ, ചക്കക്ക് ഇവിടെ ചക്കയുടെ ആളോട് പറഞ്ഞു ഒരു ടണ്ണ് ചക്ക പെട്ടെന്ന് സെറ്റാക്കി തരാൻ. ചക്കയൊക്കെ സെറ്റാക്കാൻ തുടങ്ങിയപ്പോൾ ഒരു 11 മണിക്ക് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഒരു ടണ്ണ് പറഞ്ഞത് ഒരു 500 കിലോ മതി, ഇപ്പോൾ അതിനുള്ള ഓർഡറേ ഉള്ളൂ. ഞാൻ ചക്ക ഇടുന്ന ആളോട് അത് വിളിച്ചു പറഞ്ഞു ചക്ക ഇട്ടത് കൊണ്ടുപോയിക്കോ, 500 കിലോക്ക് മുകളിലുണ്ടാവും, ഉള്ളതും കൊണ്ട് പോയിക്കോ പറഞ്ഞു. അങ്ങനെ ഞാൻ ചക്കയും കൊണ്ട് ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് ഇറങ്ങി പുറപ്പെട്ട് പോണ വഴിക്ക് വിളിച്ചിട്ട് ചക്ക പെട്ടെന്ന് എത്തിക്കണം, 500 കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞു. ഇവിടുന്ന് ചക്കയും കൊണ്ട് പുറപ്പെട്ട് പകുതി വഴിക്ക് എത്തിയപ്പോഴാണ് പറഞ്ഞത് ബേപ്പൂരിക്കാണ് വരേണ്ടത്. ബേപ്പൂര് പോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആളുണ്ട്. ചക്ക ബേപ്പൂർ എത്താൻ സമയത്ത് അയാൾ വിളിച്ചിട്ട് ഒരാളെ നമ്പർ തന്ന ആളെ നമ്പറിൽ വിളിച്ചിട്ട് ചക്ക എത്തിയിട്ടുണ്ട് കാരണം ചക്ക തൂക്കി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചക്ക വിളിച്ചു പറഞ്ഞ ആളോട് വിളിച്ച് സംസാരിച്ചപ്പോൾ ചക്ക കപ്പലിൽ കയറ്റുന്ന സമയം കൊണ്ട് നിങ്ങളെ പൈസ നിങ്ങളെ അക്കൗണ്ടിൽ വരും എന്ന് പറഞ്ഞ് പിന്നെ വിളിച്ചിട്ട് നോക്കുമ്പോൾ ആളെ ഫോണിലേക്ക് കോൾ തന്നെ കിട്ടുന്നില്ല. നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നിട്ട് ആളെ ഫോണിൽ നമ്പർ ബിസി കഴിഞ്ഞ് നോക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ഫോൺ എടുക്കില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കുമ്പോൾ നമ്പർ അടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അങ്ങനെ നിന്ന് ഞാൻ ഈ ചക്ക ഇറക്കിയ ആളോട് ഞാൻ ഇതിന്റെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാനല്ല ചക്ക ഓർഡർ ചെയ്ത് നിൽക്കുന്നത്, ചക്ക ഓർഡർ ചെയ്ത ആളോട് കാര്യം പറഞ്ഞോളാം, ചക്ക ഓർഡർ ചെയ്ത ആളെ അല്ലാതെ എനിക്ക് യാതൊരു ഉത്തരവാദിത്വമല്ല, നിങ്ങളെ ഞാനല്ലല്ലോ ഏൽപ്പിച്ചിട്ടുള്ളത്, ഇയാള് കാര്യം ഏൽക്കണമില്ല. ഞാനീ പറഞ്ഞ് അവിടെ നിന്ന് ഇടങ്ങേറായി. ഞാനാണെങ്കിലോ ജീവിതത്തിൽ ആദ്യമായിട്ട് കപ്പൽ കണ്ട സന്തോഷത്തിൽ കപ്പലിന്റെ ഉള്ളിൽ കൂടെ കയറി നടന്ന് ഇതിന്റെ ഉള്ളിലുള്ള ചതി എനിക്കറിയില്ലല്ലോ. കപ്പലിന്റെ ഉള്ളിൽ കയറി കപ്പലിന്റെ എല്ലാ ഭാഗം കണ്ടുകൊണ്ട് നടക്കുമ്പോഴാണ് ചക്കക്ക് ഉത്തരവാദിത്വം ഏറ്റ ആരും ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അപ്പൊ എന്റെ ഉണ്ടായിരുന്ന സന്തോഷവും പോയി, ഞാൻ ആകെ ഇടങ്ങാറായി. എന്തായാലും രാത്രി 2 മണി വരെ ഈ ടെൻഷൻ അടിച്ച് 2 മണിക്കാണ് വീട്ടിലെത്തിയത്. ഇങ്ങനത്തെ ട്രിപ്പാണ് ജീവിതത്തിൽ കിട്ടുന്നത്. എന്നാൽ പിന്നെ നമുക്ക് ജീവിതവും പടി ഈ ട്രിപ്പിന്റെ പൂതിയും തീരും. 3:30 ചക്കയും കൊണ്ട് സൈറ്റിലെത്തിയ ഞാൻ 7 മണിയായിട്ടും ചക്കക്കൊരു ആളും ഉത്തരവാദിത്വം ഏൽക്കാനുമില്ല. ചക്ക എന്നാൽ തിരിച്ചു റിട്ടേൺ വണ്ടി കയറ്റാൻ അയക്കും ചെയ്യൂല. അങ്ങനെ നിന്ന് കുറെ നേരം സംസാരിച്ച് അവിടെയുള്ള ആളുകളൊക്കെ കൂടി അവസാനം എന്റെ ഇസ്മായിൽ കൂട്ടായ്മയിലുള്ള ഒരു ഇസ്മായിൽ കുരുക്കൾ അവിടെ സ്ഥലത്തെത്തി ചക്കക്ക് തീരുമാനമാക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കുറെ നേരം സംസാരിച്ച് ചക്ക അവിടുന്ന് തീരുമാനമാക്കി മറ്റൊരാളെയും ഉൾപ്പെടുത്തിയിട്ട് ചക്കയുടെ കാര്യം തീരുമാനമായി. പക്ഷെ ഈ വീഡിയോ ഇവിടെ ഇടാനുള്ള കാരണം എന്താ വെച്ചാൽ ബേപ്പൂര് ചക്കയും കൊണ്ട് നല്ല പച്ചക്കറിയും കൊണ്ടാണെങ്കിലും ബേപ്പൂർ പോർട്ടിക്ക് എന്തെങ്കിലും സാധനം കൊണ്ട് പോകണമെങ്കിൽ നന്നായി ശ്രദ്ധിച്ചിട്ട് പോകണം. കഴിഞ്ഞ ദിവസം ബേപ്പൂർ ട്രിപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോ എൻ്റെ ചില ബേപ്പൂരിലെ സുഹൃത്തുക്കൾക്ക് വിഷമം ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കി. അന്ന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വ്യക്തമാക്കാനാണ് ഈ വീഡിയോ. ഉച്ചക്ക് 12:30 ചക്ക ലോഡ് ചെയ്ത് ഞാൻ പുറപ്പെടുമ്പോൾ മുതൽ ഓർഡർ തന്ന വ്യക്തി എന്നെ നിരന്തരം വിളിച്ചന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഉച്ചക്ക് 3:30 ബേപ്പൂർ പോർട്ടലിൽ സാധനം എത്തിച്ചു. എന്നാൽ കപ്പലിൽ ചക്ക കയറ്റാൻ തുടങ്ങിയ സമയം മുതൽ പിന്നീട് മണിക്കൂറുകളോളം അദ്ദേഹത്തെ ഫോണിൽ കിട്ടാതായി. ചക്ക ഇറക്കിയ അദ്ദേഹത്തിന്റെ സഹായിയുടെ പെരുമാറ്റവും കൂടി ആയപ്പോൾ വലിയ മാനസിക വിഷമവും ആശങ്കയും എനിക്കുണ്ടായി. പക്ഷെ ആ പ്രതിസന്ധിയിൽ ബേപ്പൂരിന്റെ വലിയൊരു നന്മയാണ് ഞാൻ കണ്ടത്. ഞാൻ വിഷമിച്ചിരിക്കുന്നത് കണ്ട അവിടുത്തെ ചുമട്ടു തൊഴിലാളികളും ഇസ്മായിൽ കുരുക്കളും എനിക്ക് കട്ടക്ക് കൂടെ നിന്നു. അവരുടെ സഹായത്തോടെ ആ ചക്ക മറ്റൊരാൾക്ക് മറിച്ചു വിറ്റ് പൈസ വാങ്ങി. 7 മണി കഴിഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് മടങ്ങിയത്. പിന്നീട് ഞാൻ നാട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് ഓർഡർ തന്ന വ്യക്തി എന്നെ ഫോണിൽ വിളിച്ചു. താൻ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ഫോൺ എടുക്കാൻ കഴിയാത്തത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കൃത്യം ചക്ക കപ്പലിൽ കയറിയപ്പോൾ ഉറങ്ങുകയും സാധനം മറ്റൊരാൾക്ക് കൊടുത്ത് പൈസ വന്ന ഉടനെ അദ്ദേഹം വിളിക്കുകയും ചെയ്തപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്കുണ്ടായ വിഷമവും സംശയവുമാണ് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പങ്കുവച്ചത്. യഥാർത്ഥത്തിൽ ആ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് മറ്റൊന്നുമല്ല, എന്നെ പോലെ കിലോമീറ്ററുകൾ വണ്ടി ഓടിച്ചു വരുന്ന പാവപ്പെട്ട മറ്റു ഡ്രൈവർമാർക്കോ കച്ചവടക്കാർക്കോ ഇനി ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല എന്ന ഒറ്റ ചിന്തയാണ്. എന്തായാലും ഫോണിലൂടെ അദ്ദേഹം എന്നോട് ക്ഷമ ചോദിക്കുകയും ചക്ക അദ്ദേഹം തന്നെ എടുത്ത് പൈസ നൽകുകയും ചെയ്തു. രണ്ടാമത് സാധനം എടുത്ത വ്യക്തിക്ക് പൈസ തിരികെ നൽകുകയും ചെയ്ത് ആ വിഷയം പരിഹരിച്ചു. അന്ന് ആ മാനസികാവസ്ഥയിൽ ഞാൻ ചെയ്ത വീഡിയോ കൊണ്ട് ബേപ്പൂരിലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കും. പ്രതിസന്ധിയിൽ കൂടെ നിന്ന നല്ല മനുഷ്യർ എന്നും എൻ്റെ നെഞ്ചിലുണ്ടാകും. സ്നേഹത്തോടെ നിങ്ങളുടെ ഇസ്മായിൽ.